വി പി, എന്താണ് എം ടി രമേശിനുള്ള അയോഗ്യത? എന്താണ് ശോഭാ സുരേന്ദ്രനുള്ള അയോഗ്യത ബി ജെ പിയുടെ സംസ്ഥാന അധ്യക്ഷ പദവിയിലേക്ക് വരാൻ? നോക്കൂ, ഒരാളുടെ അയോഗ്യതയോ യോഗ്യതയോ അല്ല ഇവിടെ ചർച്ചയാവുന്നത്. ഒരു പാർട്ടി നടത്തുന്ന പരീക്ഷണമാണിത്. ഞങ്ങൾ നടത്തുന്ന, അപ്പം ഞങ്ങൾ 2015 മിസ് കോൾ മെമ്പർഷിപ്പ് ഇറക്കിയപ്പോൾ ഞങ്ങളെ പരിഹസിച്ചു. എന്നിട്ട് ഇന്ത്യയിലെ ഒരു പ്രതിപക്ഷ പാർട്ടീൻ്റെ അഖിലേന്ത്യാ നേതാവ് മിസ് കോൾ മെമ്പർഷിപ്പ് എടുത്തിട്ട് പറഞ്ഞു ഞാനും എടുത്തു എന്ന്. ഇവരെ ധാരണ ഞങ്ങൾ വെറുതെ മിസ് കോളിൽ അവസാനിപ്പിച്ചു എന്നാണ്. ഞങ്ങൾ അതിനുശേഷം ഡോക്യുമെൻറ്റേഷൻ നടത്തി. ഇപ്രാവശ്യം ഞങ്ങൾ ഫോട്ടോ അപ്ലോഡിങ് വരെ നടത്തി. അപ്പം ഞങ്ങൾ നടത്തുന്ന പരീക്ഷണങ്ങൾ ഗുണം കാണുന്നുണ്ട്. ഞങ്ങൾ നടത്തുന്ന പരീക്ഷണങ്ങളെ പരിഹസിച്ച് നടക്കുന്നതിന് പകരം കോൺഗ്രസ് ഉൾപ്പെടെയുള്ള പ്രതിപക്ഷ പാർട്ടികൾ, ഞാനൊരു 7 പ്രമുഖ സംസ്ഥാനങ്ങളുടെ പേര് പറയാം. ആന്ധ്ര കോൺഗ്രസ് 0, മഹാരാഷ്ട്ര കോൺഗ്രസ് ചരിത്രത്തിലെ ഏറ്റവും വലിയ പരാജയം, മധ്യപ്രദേശ് കോൺഗ്രസ് 0, ഗുജറാത്ത് 35 കൊല്ലമായി കോൺഗ്രസ് ജയിക്കാറില്ല, ഡൽഹി കോൺഗ്രസ് 0, ഒഡീസ കോൺഗ്രസ് ഏതാണ്ട് വൈപ്ഡ് ഔട്ട്, വെസ്റ്റ് ബംഗാൾ കോൺഗ്രസ് 0. ഇവിടങ്ങളിലൊക്കെ എങ്ങനെ ഇങ്ങനെയായി എന്ന് പഠിച്ച് അതിനുള്ള പരിഹാരം കണ്ടെത്താൻ ശ്രമിക്കുക വേണ്ടത്. ഞങ്ങൾ പരീക്ഷണങ്ങൾ നടത്തി മുന്നേറും. അത് ഞങ്ങളുടെ ചരിത്രമാണ്, അത് ഞങ്ങളുടെ കഴിവാണ്, ഞങ്ങളുടെ സാമർഥ്യമാണ്. അപ്പം ഞങ്ങൾ എന്തുകൊണ്ട് ഇങ്ങനെ ചെയ്യുന്നു, ബി ജെ പി അങ്ങനെ, അതല്ല നിങ്ങൾ ചെയ്യേണ്ടത്. നിങ്ങളുടെ ഈ 7 പ്രമുഖ സംസ്ഥാനങ്ങളിൽ വൈപ്ഡ് ഔട്ടായി നിൽക്കുന്ന ഒരു പാർട്ടിയാണ് കോൺഗ്രസ്. നിങ്ങൾക്ക് അത് പരിഹരിക്കാൻ പറ്റുമോ എന്ന് നോക്കുന്നു. ഞങ്ങൾ പുതിയ ഒരു സംസ്ഥാനം പിടിച്ചെടുത്ത ഒരു കൊല്ലമായിട്ടില്ല ഒറീസ. നിങ്ങൾക്ക് എത്ര സംസ്ഥാനങ്ങൾ കയ്യിൽ നിന്ന് വിട്ടുപോയി? അപ്പൊ അതൊക്കെ പഠിക്കൂ. ഡോണ്ട് വേസ്റ്റ് യുവർ ടൈം ഓൺ അസ്, വേസ്റ്റ് യുവർ ടൈം ഓൺ യു.